ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് 56. ഇത് സോമപർവത്തിൽ തന്നെ 5-ാമത്തെ അധ്യായമാണ്, 8-ാമത്തെ ഖണ്ഡമാണ്. ഇതിലുള്ള മന്ത്രങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞ മഴ പെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള സോമൻ്റെ അല്ലെങ്കിൽ നീര്, സോമലതയിൽ നിന്നെല്ലാം കിട്ടുന്ന നീരുകളെ സംസ്കരിച്ചിട്ട് മഴ പെയ്യിക്കാനും മറ്റുമെല്ലാം ഉപയോഗിക്കുന്ന ആ രീതിയെപ്പറ്റി വിസ്തരിച്ച് പറയുകയാണ്. കഴിഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണ്. നമുക്കെന്താണ് 544 പറയുന്നതെന്ന് നോക്കാം. ശ്രോതാക്കൾ എത്രയും വേഗം വിജയവും ബലവും നൽകുന്ന സോമത്തെ പിഴിയുക. ശ്രോതാക്കൾ അപ്പം യജ്ഞം നടത്തുന്നവർ, ശാസ്ത്രം അറിയുന്നവർ, അവരെന്ത് വേണം? എത്രയും വേഗം വിജയവും ബലവും നൽകുന്ന സോമത്തെ പിഴിയുക. ഈ സോമലതയിലെ നീര് പിഴിഞ്ഞെടുക്കുക. അപ്പോഴാണ് അതിനെന്ത് കിട്ടുന്നത്? ബലവും വിജയവും നേടാൻ പറ്റുന്നത്. എന്താണ് വിജയം നേടേണ്ടത്? മുകളിൽ പോയിട്ട് മേഘങ്ങളെ കൂട്ടി യോജിപ്പിച്ചിട്ട് മഴയായിട്ട് പെയ്യിപ്പിക്കണം. അതിനുള്ള ശക്തിയെല്ലാം കിട്ടും ഈ സോമത്തെ പിഴിയാൻ. അതുകൊണ്ട് വേഗം തന്നെ പിഴിഞ്ഞെടുക്കുക എന്ന് പറയുന്നു. നീണ്ട നാക്കുള്ള ശ്വാനനെ ദൂരത്താക്കുക. നീണ്ട നാക്കുള്ള ശ്വാനനെ, അപ്പം ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ അതിന് എതിർക്കുന്ന ശക്തികളെ ദൂരത്താക്കണം. ശക്തി എങ്ങനെയാണ് സോമത്തിന് വരുന്നത്? ചാർജുള്ള കണങ്ങളെ വേർപെടുത്തി നിൽക്കുമ്പോഴാണ്. ഒരു തന്മാത്ര ന്യൂട്രലാണ്. നമ്മൾ ഇടിച്ച് പിഴിയുമ്പോൾ അത് വിഘടിക്കും. വിഘടിക്കുമ്പോൾ ഒന്നിന് പ്ലസ് ചാർജും മറ്റേന് മൈനസ് ചാർജുമായിട്ടും ഉള്ള തന്മാത്രകളായിട്ട് മാറും. പക്ഷേ ഇത് നക്കുന്ന സ്വഭാവമുണ്ട്. അതാണ് ശ്വാനൻ എന്ന് പറയുന്നത്. ഇത് പിന്നെയും കൂടിച്ചേർന്ന് കളയാൻ നമ്മൾ നക്കിയെടുക്കുന്നത് പോലെ വളരെ ശക്തിയിൽ ഇത് വന്ന് കൂടിച്ചേർന്ന് കളയും. അപ്പോഴാണ് ഈ ശബ്ദമെല്ലാം കേൾക്കുന്നത്. നമ്മൾ പ്ലഗ് കുത്തുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ സ്പാർക്കെല്ലാം ഉണ്ടാകുന്നതാണ്. എന്തുകൊണ്ടാണ്? ഇലക്ട്രോണും നെഗറ്റീവ് അപ്പുറം പോസിറ്റീവ് അടുത്തെത്തുമ്പോൾ ചാടിക്കളയും പെട്ടെന്ന്. അത്രയും കൂടിച്ചേരാനുള്ള ടെൻഡൻസിയാണ്. അപ്പം ഇതിനെ വേർപെടുത്തി വെക്കണം. നമ്മൾ ഇടിച്ചു പിഴിയുമ്പോൾ ഈ തന്മാത്രകൾ ചാർജുള്ള കണങ്ങളായി മാറും. ഇതിന് കൂടിച്ചേരാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അത് കൂടിച്ചേരാതിരിക്കാൻ കഴിയുന്ന അകത്തി വെക്കണം. ഇപ്പം മേഘങ്ങളും ഭൂമിയിലുള്ള വെള്ളം രണ്ടായി വിഭജിച്ചിട്ട് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉള്ള മേഘങ്ങളായിട്ടാണ് മാറുന്നത്. അതിൻ്റെ നടുവിലുള്ള വായുവാണ് വേർപെടുത്തി വെക്കുന്നത്. ആ വായുവില്ലായിരുന്നെങ്കിൽ പെട്ടെന്ന് കൂടിച്ചേർന്നാൽ, ആ കൂടിച്ചേരുമ്പോഴാണ് ഇടിയും മിന്നലെല്ലാം ഉണ്ടാകുന്നത്. നമ്മൾ പ്ലഗ് കുത്തുന്ന പോലെ തന്നെ. അപ്പോൾ ഈ ചാർജുള്ള കണങ്ങൾ അവിടെ എത്തുമ്പോഴാണ് മഴ പെയ്യിപ്പിക്കാൻ സഹായിക്കുന്നത്, ചാർജുള്ള. അപ്പോൾ ഇത് കൂടിച്ചേർന്ന് കളയരുത്. ഇടിച്ചു പിഴിഞ്ഞ് പാത്രത്തിൽ വരുമ്പോൾ കൂടിച്ചേർന്ന് കളയരുത്. അതുകൊണ്ടാണ് ശ്വാനനെ നാക്കുള്ള ശ്വാനനെ ദൂരത്താക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെ മാറ്റി നിർത്തണം. ഈ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് പാലെല്ലാം ചേർത്തിട്ട് വിഘടിച്ച് നിർത്തുന്നത്. ഇനി 545. പവിത്രീകരിച്ച് കലശത്തിലെത്തുന്ന സേവനയോഗ്യവും ധനമെത്തിക്കുന്നതുമായ സോമം. അപ്പം ഇതിനെ ശുദ്ധ രൂപത്തിൽ പ്രിപ്പയർ ചെയ്യണം. ആ സോമ പുല്ലെല്ലാം നല്ലവണ്ണം ശുദ്ധീകരിച്ച് അതിൻ്റെ നീര് മാത്രം എടുത്തിട്ട് ഇടിച്ച് പിഴിഞ്ഞ് നല്ല അരിപ്പിലൂട്ടി അരിച്ച് പാലെല്ലാം ചേർത്ത് ഇടിച്ച് പിഴിഞ്ഞ് വേർപെട്ട അയോൺസിനെയെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വരത്തക്കവണ്ണം പാല് ചേർത്ത് വിഘടിച്ച് നിർത്തണം. അതാണ് പവിത്രീകരിച്ച് കലശത്തിലെത്തുന്ന സേവന. അപ്പോഴേ സേവന യോഗ്യമാവുകയുള്ളൂ. അപ്പോഴേ അതിന് ആ ചാർജുള്ള നിലയിലേ അതിന് മേഘങ്ങളെ യോജിപ്പിക്കാൻ കഴിയുള്ളൂ. ധനത്തെ നൽകുന്നതുമായ സോമം. അങ്ങനെ മേഘങ്ങളെ യോജിപ്പിക്കുമ്പോൾ മഴ പെയ്യും, നല്ലവണ്ണം കൃഷിയെല്ലാം ഉണ്ടാവും, ധനമുണ്ടാകും, എല്ലാവരെയും സംരക്ഷിക്കും. അങ്ങനെ മഴ പെയ്യുമ്പോൾ എല്ലാവരും സംരക്ഷണം. ദുലോകത്തെയും ഭൂമിയെയും പ്രകാശമാനമാക്കുന്നു. ഭൂമിയെയും പ്രകാശമാനമാക്കുന്നു. ഭൂമിയും ആകാശവും.
ആകാശത്തെയും പ്രകാശമാനമാക്കുന്നതിനാൽ ഈ സോമം അവിടെ എത്തുമ്പോൾ ചാർജുള്ള കണങ്ങളാണ്. മറ്റുള്ള മേഘങ്ങളെയെല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ ഇടിയും മിന്നലും എല്ലാം ആയിട്ടാണ് മഴ പെയ്യുക, നല്ല പ്രകാശമാനമായി മാറും. ഇനി 546 വളരെയധികം രുചികരവും മതത്തെ ഉണ്ടാക്കുന്നതുമായ. രുചികരം എന്ന് പറഞ്ഞാൽ അത്രയും ശുദ്ധമായ എന്ന അർത്ഥമേ ഉള്ളൂ. രുചി എന്ന് പറഞ്ഞാൽ ഇതിനും കുറച്ച് മധുരരസം ഉണ്ടാവുമായിരിക്കും, അതുകൊണ്ടാണ് രുചികരം. ശുദ്ധമായത് എന്ന അർത്ഥത്തിൽ എടുത്താൽ മതി. രുചികരവും മതത്തെ ഉണ്ടാക്കുന്നതും. മതം എന്ന് പറഞ്ഞാൽ മതം പൊട്ടി ആന എന്ന് പറഞ്ഞാൽ ശക്തിയായ, നല്ല കല്ലിൽ ഇടിച്ചു പിഴിഞ്ഞ സോമം. അപ്പം സോമം ലതയെടുത്ത് നല്ലവണ്ണം ക്ലീൻ ചെയ്ത് കല്ലിൽ ഇടിച്ചിട്ട് പിഴിയുമ്പോൾ അത് ചാർജുള്ള കണങ്ങളായി മാറും. അത് നല്ല മതത്തെ ഉണ്ടാക്കും. നല്ല രുചിയുള്ള നല്ല ശുദ്ധമായ രൂപത്തിലായ സോമം പാത്രത്തിൽ നിറഞ്ഞുകൊണ്ട് ഇന്ദ്രനെ സന്തോഷിപ്പിക്കട്ടെ. പാത്രത്തിൽ നിറയും. എന്നിട്ട് ആർക്കാണ് കൊടുക്കുന്നത്? മേഘത്തെ കൂട്ടി യോജിപ്പിക്കുന്ന ശക്തി ഇന്ദ്രനാണ്. അപ്പോൾ ഇന്ദ്രന് വേണ്ടിയിട്ടാണ് ഇത് ചെല്ലുന്നത്. ഇന്ദ്രനാണ് മേഘത്തെ കൂട്ടിച്ചേർക്കുക. ഇതാടെ ചെല്ലുമ്പോൾ ഇന്ദ്രന് സഹായകരമായി തീരും. മേഘങ്ങൾ പെട്ടെന്ന് കൂടിച്ചേരും. അപ്പോൾ ഇന്ദ്രന് വേണ്ടിയാണ് ഇത് കൊടുക്കുന്നത് എന്ന് പറയുകയാണ്. ഇനി 547 ശരിയായ വഴിയിൽ കൊണ്ടെത്തിക്കുന്ന ദേവന്മാർക്കായി ശരിയായ വഴിയിൽ എത്തിക്കുക. മേഘങ്ങളിൽ മഴയുടെ മേഘങ്ങൾ, ചാർജുള്ള പോസിറ്റീവ് നെഗറ്റീവ് മേഘങ്ങൾ കുറേ അകലെയെല്ലായിട്ടാണ് നിൽക്കുന്നത്. ഇവയെ തമ്മിൽ ശരിയായ ദിശയിൽ അടുക്കാൻ പ്രേരിപ്പിക്കും. ആര്? ഈ സോമൻ ചെല്ലുമ്പോൾ. കാരണം ഇത് ചാർജുള്ളതാണ്. അപ്പോൾ ആകർഷിച്ചിട്ട് അവ തമ്മിൽ ശരിയായ ദിശയിൽ സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കും. ഏത്? ഈ മേഘമെന്ന ദേവതകളെ. ഏതാണ് ചെയ്യുന്നത്? ശുദ്ധമായ തേജസ്സുള്ള സോമം. തേജസ്സുള്ള സോമം എന്ന് പറഞ്ഞാൽ ചാർജായിട്ടുള്ള ഈ സോമം ഞങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ വന്നെത്തുന്നത്. ആർക്ക് വേണ്ടി? ഈ സോമം അവിടെ പോകുന്ന ആർക്ക് വേണ്ടിയാണ്? ഞങ്ങൾക്ക് വേണ്ടിയാണ്. ഞങ്ങൾക്ക് എന്താ കിട്ടുക? മേഘങ്ങൾ കൂടി ചേർന്നാൽ മഴ പെയ്യും, നല്ല കൃഷി ഉണ്ടാകും. ഇനി 548 അല്ലയോ സോമമേ, അനേകം പേർ നിന്നെ ആഗ്രഹിക്കുന്നു. സോമം എന്നത് ഒറ്റയൊന്നല്ല, എത്രയോ കണങ്ങളാണ് പോസിറ്റീവും നെഗറ്റീവും ചാർജുള്ളത്. ഇതിനെല്ലാം ആരാഗ്രഹിക്കുന്നുണ്ട്? ആകാശത്തിലെ മേഘങ്ങൾ എന്ന് പറയുന്നതും അനേകം ചാർജുള്ള കണങ്ങളാണ്. എത്രയോ ജലത്തിൻ്റെ വിഘടിച്ച കണങ്ങളാണ്, അയോൺസാണ്. അനേകമുണ്ട്. അവർക്കെല്ലാം അത്രയും ഏകദേശം അവരെല്ലാം യോജിക്കാൻ പ്രേരിപ്പിക്കുന്നു. ആദ്യം യോജിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം തന്നെ കൂടിക്കോളും. അപ്പം കുറേ എണ്ണമാണ്. അതുകൊണ്ടാണ് അല്ലയോ സമൂഹമേ, അനേകം പേർ നിന്നെ ആഗ്രഹിക്കുന്നു. നീ നിരവധി പേരെ ഭരിക്കുന്നു. എല്ലാവരെയും നീ പോയിട്ട് എന്ത് ചെയ്യും? അവിടെ ഭരിച്ചിട്ട് അവരെ തന്നെ യോജിപ്പിക്കും. കാരണം നീ അന്നം, കീർത്തി, ഫലം, പുത്രധനം എന്നിവ നൽകുന്നു. ആർക്ക്? മനുഷ്യർക്ക് നൽകുന്നു. മനുഷ്യരും ആഗ്രഹിക്കുന്നുണ്ട്. നീ ഇത് പോയിട്ട് മഴയായി പെയ്യുമ്പോൾ ഇവിടെ ഭൂമിയിലും അനേകം പേരെന്തുണ്ട്? മനുഷ്യരായുണ്ട്. അവരെല്ലാം നിന്നെ ആഗ്രഹിക്കുകയാണ്. എന്തെന്ന്? നിന്നിൽ നിന്ന് അന്നവും കീർത്തിയും ബലവും പുത്രധനവും കിട്ടാൻ. അന്നം എങ്ങനെയാണ് കിട്ടുക? മഴയായി പെയ്തു കഴിഞ്ഞാൽ കൃഷി ഉണ്ടാവും. എല്ലാ ജനങ്ങൾക്കും മഴ കിട്ടുന്നു, നല്ല കൃഷി ഉണ്ടാകുന്നു, അന്നം കിട്ടുന്നു, ശക്തി കിട്ടുന്നു, പുത്രന്മാരെല്ലാം ഉണ്ട്. പുത്രധനം എന്ന് പറഞ്ഞാൽ ഇവിടെ നാട്ടിലേക്ക് നല്ല സമ്പത്തെല്ലാം ഉണ്ടെങ്കിൽ അവിടെ ജനങ്ങളും പെരുകും. ഇനി 549 തള്ളപ്പശു കിടാവിനെ നക്കുന്ന പോലെ. തള്ളപ്പശു പോയി കിടാവിനെ നക്കുന്നത് പോലെ ജലത്തോടൊപ്പമുള്ള സോമം ഇന്ദ്രന് പ്രിയപ്പെട്ടവനായി അവനെ പ്രാപിക്കുന്നു, ഇന്ദ്രനെ സമീപിക്കുന്നു. തള്ളപ്പശു ഓടിച്ചെന്ന് കുട്ടീനെ നക്കുന്നത് പോലെ നമ്മളിവിടുന്ന് അഗ്നിയിൽ ഹോമിക്കുന്ന ഈ സോമം, ചാർജുള്ള ഹോമം ജലത്തോടൊപ്പം എന്തു ചെയ്യും? പെട്ടെന്ന് തന്നെ ഇന്ദ്രനെ, പ്രിയപ്പെട്ട ഇന്ദ്രൻ്റെ അടുത്തേക്ക് എത്തും. അപ്പം ഇന്ദ്രനാണ് അവിടെ മേഘങ്ങളെ യോജിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ചെല്ലുമ്പോൾ സഹായകരമായി തീരും. 550
അക്രമികളെ ഓടിച്ച് മനുഷ്യരുടെ ആഗ്രഹം സാധിപ്പിക്കുന്നതിനായി വില്ലിൽ ശരം തൊടുക്കുന്നത് പോലെ പണ്ഡിതന്മാർ പാലിനാൽ സോമത്തെ സഞ്ചയമാക്കുന്നു. അക്രമിയെ ഓടിച്ച്, എന്താണ് അവിടെയുള്ള അക്രമി? മേഘങ്ങൾ, ചാർജുള്ള മേഘങ്ങൾ ആകാശത്തുണ്ട്. അവ കൂടിച്ചേർന്നിട്ടാണ് മഴയായിട്ട് പെയ്യുന്നത്. ഇന്ദ്രനാണ് കൂടിച്ചേർക്കുന്ന ശത്രു, കൂടിച്ചേർക്കുന്ന ദേവത. പക്ഷെ അതിന് എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അവിടെ എതിർക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് അക്രമി. അക്രമിയെ തോൽപ്പിക്കാനാണ് നമ്മൾ ഈ സോമത്തെ അങ്ങോട്ടേക്ക് അയക്കുന്നത്, മനുഷ്യരുടെ ആഗ്രഹം സാധിപ്പിക്കുന്നതിനായി. മനുഷ്യരുടെ ആഗ്രഹം എന്താണ്? ആ വേറിട്ട് നിൽക്കുന്ന മേഘത്തെ മുഴുവൻ യോജിപ്പിക്കണം. വില്ലിൽ ശരം കൊടുത്തതുപോലെ പണ്ഡിതന്മാർ, നല്ല ജ്ഞാനമുള്ളവർ പാലിനാൽ സോമത്തെ സഞ്ചയമാക്കിക്കൊണ്ട് അങ്ങേക്ക് അയക്കുന്നു. പാലിനാൽ സോമത്തെ പിഴിഞ്ഞ് ചാർജുള്ള കണങ്ങളാക്കി പാലിൽ ചേർത്തുകൊണ്ട് അതിനെ വേർപെടുത്തി നിർത്തിക്കൊണ്ട് അഗ്നിയിലൂടെ പണ്ഡിതന്മാരെന്ത് ചെയ്യും? അത് ആകാശത്തേക്ക് അയക്കുന്നു. 551. രോമത്താൽ അരിച്ചെടുക്കുന്ന പച്ച നിറമുള്ള സോമമാണ് ദേവകൾക്ക് പ്രാപ്തമാകുന്നത്. അപ്പം പിഴിഞ്ഞെടുക്കുന്ന ഈ സോമം പച്ച നിറത്തിലാണ്. അതായത് സോമലതയിൽ നിന്നെല്ലാം പിഴിഞ്ഞെടുക്കുന്ന ആ നീര് പച്ച നിറമാണ്. അതെന്ത് ചെയ്യും? പിഴിഞ്ഞെടുത്തിട്ട് അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നു, ശുദ്ധമാക്കാൻ. അരിപ്പയിലൂടെ അരിക്കുമ്പോൾ രണ്ട് സംഭവം നടക്കുന്നുണ്ട്. ചാർജുള്ള കണങ്ങളായിട്ടും മാറുന്നുണ്ട്. ആ സോമത്തെ എല്ലാവരും ആഗ്രഹിക്കുന്നു. അങ്ങനെ ശുദ്ധമായ സോമമാണ് മുകളിൽ ദേവകൾ, വ്യത്യസ്തമായ ചാർജുള്ള മേഘങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് അവിടെ എത്തുമ്പോൾ അവ പരസ്പരം ഓടിച്ചേർന്ന് കൂടിച്ചേർന്ന് മഴയായിട്ട് വരും. 552. കർമ്മത്തെ തടസ്സപ്പെടുത്തുന്നവരെ ഒരിക്കലും സോമത്തിൻ്റെ വചനങ്ങൾ കേൾക്കരുത്. കർമ്മത്തെ തടസ്സപ്പെടുത്തുന്നവർ ഒരിക്കലും സോമത്തിൻ്റെ വചനങ്ങൾ കേൾക്കരുത്. സോമത്തിൻ്റെ വചനം എന്താണ്? ചാർജുള്ള കണങ്ങളായി തീരുക. അതിനെതിരായിട്ടുള്ള ശക്തികൾ കേൾക്കരുത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചാർജായിട്ട് തീർന്ന സോമങ്ങൾ കൂടിച്ചേർന്ന് പോകരുത്. ഇടിച്ച് പിഴിയുമ്പോൾ ഈ സോമനീരിലുള്ള തന്മാത്രകൾ പൊട്ടിയിട്ട് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജുമുള്ളതായിട്ട് മാറും. ഇതാണ് സോമത്തിൻ്റെ വചനം. സോമത്തിൻ്റെ പിന്നിലുള്ള സയൻസ്. വചനം എന്ന് പറഞ്ഞാൽ സയൻസ്, വേദമന്ത്രം. ഇതാണ് സോമത്തിൻ്റെ തത്വം. ഈ തത്വം എതിരാളികൾ കേൾക്കരുത് എന്ന് പറഞ്ഞാൽ എതിരാളികളുടെ ലക്ഷ്യം എന്താണ്? എങ്ങനെയെങ്കിലും ഇതിനെപ്പറ്റി കൂട്ടിച്ചേർക്കണം. പിന്നെ ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ സോമം വിഘട്ടിച്ച് ചാർജുള്ള കണങ്ങളായിട്ട് ആകാശത്തിലെത്തിയാൽ മാത്രമേ അവർക്ക് മഴയെ പ്രേരിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഒരിക്കലും ഇത് തമ്മിൽ കൂടിച്ചേരുന്നതിനുള്ള ആ കൂടിച്ചേർക്കാൻ ശ്രമിക്കുന്നവരാണ് അസുരർ. അസുരർക്ക് ഇത് അറിയരുത്. അറിഞ്ഞു കഴിഞ്ഞാൽ അവർ മറുതന്ത്രം പ്രയോഗിച്ചിട്ട് യുവതന്ത്രം തമ്മിൽ കൂടിച്ചേർത്ത് കളയും. പിന്നെ മഴ പെയ്യില്ല. ദക്ഷിണ ലഭിക്കാനുള്ള യജ്ഞത്തെ ഋതുക്കൾ നിരസിക്കുന്ന പോലെ യജ്ഞത്തെ ആഗ്രഹിക്കുന്ന പട്ടിയെ നിരസിക്കുക. ദക്ഷിണ ആഗ്രഹിക്കുന്ന യജ്ഞങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവർ. നമ്മളെന്തൊക്കെ ദക്ഷിണ കിട്ടും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ സോമയാഗം നടത്തുന്നുണ്ടെങ്കിൽ, പണത്തിന് വേണ്ടിയിട്ടാണ് സോമയാഗം നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മര്യാദയ്ക്കൊന്നും ഇത് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ദക്ഷിണ ആഗ്രഹിക്കുന്നവരെ ഋതുക്കൾ ഒഴിവാക്കുന്നത് പോലെ നമ്മളും സോമയാഗം നടത്തുമ്പോൾ ആത്മാർത്ഥമായി മഴ പെയ്യിപ്പിക്കാൻ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്രയും സൂക്ഷ്മമായി ചെയ്യുന്നവരെ വേണം ഇതേൽപ്പിക്കാൻ. അല്ല ഞാൻ സോമയാഗം നടത്തി തരാം, എനിക്ക് കുറേ പൈസയും നേരാന്ന് വെച്ച് ആ ദക്ഷിണ ആഗ്രഹിച്ച് യജ്ഞം നടത്തുന്നവരെ ഓടിക്കണം. അവരെ വെച്ചുകൊണ്ട് ഇത് നടത്തരുത്. ഇതൊരു ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായ രീതിയിൽ പണം ആഗ്രഹിക്കാതെ ആ യജ്ഞത്തിൽ മാത്രം ചിന്തിച്ചുകൊണ്ട് യജ്ഞം നടത്തുന്നവരെ
കൊണ്ടുവേണം ഇത് ചെയ്യിക്കാൻ.